ഗായ്സ്, ഇന്ന് ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്കാ പോണത്. ഞങ്ങള് തിരുവനന്തപുരത്താണുള്ളത്. കൊല്ലാന്നാ പോണത്. ഇതെവിടെയുള്ളത്? തിരുവനന്തപുരത്ത്. ഹലോ ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. സോറി, ഇപ്പോഴല്ല, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഖത്തറിലാണ്. പറഞ്ഞ പോലെ എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായതുകൊണ്ട് ഗാലറി ക്ലീൻ ആക്കാൻ നോക്കുമ്പോഴാണ് ഈ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ കണ്ടത്. അപ്പോൾ എന്തായാലും എടുത്തല്ലേ എന്ന് വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തു. ഇതിപ്പോൾ എൻ്റെ തിരുവനന്തപുരം വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ശംഖുമുഖം ബീച്ചിൽ പോയതും അവിടെ എക്സ്പ്ലോർ ചെയ്തൊക്കെ വീഡിയോ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ പോണത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ തലേന്ന് രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ ശംഖുമുഖം ബീച്ചിൽ നിന്ന് വന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു റൂം കിട്ടി. നമ്മൾ റൂം എടുത്തു. രാവിലെ ആയപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. വണ്ടിയും കൊണ്ട് നമുക്ക് അവിടെ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ആകെ ലേറ്റ് ആവുകയും പിന്നെ നല്ല ബ്ലോക്കായിരുന്നു. കാറ് പാർക്ക് ചെയ്യാൻ പോലും ഒരു സ്ഥലം കിട്ടിയില്ല. പിന്നെ നമ്മൾ കാർ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് പിന്നെ വേറൊരു ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയത്. കാരണം അത്രയും തിരക്കായിരുന്നു. കാറും കൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങി, നമുക്ക് പാർക്കിംഗ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തിരിച്ച് റൂമിൻ്റെ അവിടെ തന്നെ പോയി കാറ് തിരിച്ച് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പിന്നെ വന്നത്. കാരണം അത്രയും ബ്ലോക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അവിടെ വേറെയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, അപ്പോൾ അവിടേക്കൊക്കെ കൊണ്ടുപോകാം, അതൊരു പാക്കേജായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ പ്ലാനിങ്ങിലില്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണത്. പണ്ട് ഇതുപോലെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴും നല്ല തിരക്കായിരുന്നു. നമുക്ക് ക്യൂവിൽ നിന്ന്, കുട്ടികളുള്ളതുകൊണ്ട് ക്യൂവിൽ നിന്ന് തിരക്കിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് തൊഴാനൊന്നും പറ്റിയില്ലായിരുന്നു. ഇനി ഒരിക്കൽ നമുക്ക് ഫ്രീ ആയിട്ട് വരാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയൊന്നും ചെയ്തില്ല. കാരണം മക്കളൊക്കെ ആകെ ടയേർഡായതുകൊണ്ട് നമുക്ക് ക്യൂവിലൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. അവരിതേ രണ്ടുപേരും അവിടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ മ്യൂസിയമൊക്കെ ഉണ്ടല്ലോ കാണാൻ. അപ്പം നമ്മൾ ആ മ്യൂസിയത്തിനകത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത്, പിന്നെ നമ്മളെ കൊട്ടാരം അതൊക്കെ കാണാനുണ്ട്. സാൻവിയൊക്കെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത്രയും ദൂരം പോയതുകൊണ്ട് നമുക്കിതെല്ലാം കാണണമല്ലോ എന്നോർത്തിട്ട് ഇതെല്ലാം കുട്ടികളെ കാണിക്കണമല്ലോ എന്നോർത്തിട്ട് നമ്മൾ പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ അവിടെയൊന്നും ഫോട്ടോസൊന്നും അലൗഡ് അല്ല, ക്യാമറാസൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് അധികം വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനകത്തുനിന്ന് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതേ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് തീരാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തിരുവനന്തപുരം പാർട്ട് 3 ആണ്. അപ്പോൾ ബൈ.